ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. എല്ലാവർക്കും അഡോബി ഇല്ലുസ്ട്രേറ്ററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ്. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വളരെ പെട്ടെന്ന് അൺഗ്രൂപ്പ് ചെയ്യാതെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെലക്ഷൻ ടൂളിന്റെ പ്രത്യേകത അതായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചു. ഇത്തവണ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെലക്ഷൻ ടൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൽ ഒരുപാട് സെലക്ഷൻ ടൂൾസ് ഉണ്ട്. അതിൽ ഓരോ ടൂൾസിന്റെയും പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട്. ഇപ്പൊ ഞാൻ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ്. ഇതിൽ ഒരു സൈസ് ഞാൻ പ്രിന്റിലേക്ക് വന്നിട്ട് A4 സെലക്ട് ചെയ്യാണ്. ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് ആക്കുന്നുണ്ട്. ഇവിടെ യൂണിറ്റ് പോയിന്റ് എന്നുള്ളത് മാറ്റി ഇഞ്ചസ് ആക്കുന്നുണ്ട്. മറ്റു ചേഞ്ചസ് ഒന്നും ഞാൻ വരുത്തുന്നില്ല. മെയിൻ ആയിട്ട് ഈ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സെലക്ഷൻ ടൂൾസിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. Ctrl+0 അമർത്തി കഴിഞ്ഞാൽ ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കാം. നമുക്കിവിടെ കാണാം സെലക്ഷൻ ടൂൾ ഉണ്ട്. നമുക്കറിയാം സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ, ഒരു എൻറ്റയർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ പാത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൂളാണ്. ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു പാത്തിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഒക്കെ സെലക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൂളാണ്. ഇത്തവണ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മാജിക് വാൻഡ് ടൂൾ, അതുപോലെ തന്നെ ലാസോ ടൂൾ. ഈ രണ്ട് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് സെലക്ഷൻ ടൂളിനെ കുറിച്ച്, മാജിക് വാൻഡ് ടൂളും ലാസോ ടൂളും എന്താണ്, അതിന്റെ ഉപയോഗം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. ഇവിടെ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ടാണ് സ്ക്വയർ വരയ്ക്കുന്നത്. ഈ സ്ക്വയറിനെ ജസ്റ്റ് ഞാൻ ഓൾട്ട് അമർത്തിക്കൊണ്ട് കോപ്പി ചെയ്തത് ഇങ്ങോട്ട് വെച്ചു. ഇനി Ctrl+D അമർത്തി കോപ്പി ചെയ്തു. ഓക്കെ, ഇത്ര കോപ്പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടൊന്ന് റീസൈസ് ചെയ്യാണ്. ഷിഫ്റ്റ് അമർത്തിയിട്ട് റീസൈസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. ഇതിനെല്ലാം കൂടി ഒന്നുകൂടി സെലക്ട് ചെയ്ത് ഓൾട്ട് അമർത്തിയിട്ട് നീക്കി വെക്കുകയാണ്. എന്നിട്ട് Ctrl+D അമർത്തി കോപ്പീസ് എടുത്തു. ഓക്കെ, ഒക്കെ കൂടി സെലക്ട് ചെയ്ത് ഞാൻ കറക്റ്റ് സെന്റർ ആയിട്ട് വെക്കുകയാണ്. ഇനി മാജിക് വാൻഡ് ടൂൾ ഞാൻ സെലക്ട് ചെയ്യാണ്. മാജിക് വാൻഡ് ടൂൾ എന്താണ്? മാജിക് വാൻഡ് ടൂൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ കുറെ സ്ക്വയർ വരച്ചിട്ടുണ്ട് അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിനെല്ലാത്തിനും സെയിം കളറാണ്. അതായത് ഫിൽ കളർ എല്ലാം സെയിം കളറാണ്, പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രോക്കിന്റെ കളറും ഒരേപോലെയാണ്, ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാണാം സ്ട്രോക്ക് ബ്ലാക്ക് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രോക്കിന്റെ കട്ടി, പോയിന്റ് അല്ലെങ്കിൽ വെയിറ്റ് ഒന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിന്റെ സിമിലർ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതായത് ഫിൽ കളറും സ്ട്രോക്കിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വെയിറ്റ് എന്നൊക്കെ പറയാം, ഇതൊക്കെ ഒരേപോലെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പാസിറ്റി 100 ആയിരിക്കും ഒപ്പാസിറ്റി. നമുക്കിത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒപ്പാസിറ്റി 100 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഷേപ്പുകളുടെ സിമിലർ അപ്പിയറൻസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫിൽ കളർ സെയിം കളേഴ്സ് ആണ്, സ്ട്രോക്കിന്റെ കളറും സെയിം ആണ്, സ്ട്രോക്കിന്റെ വെയിറ്റ് അതായത് കട്ടി, കനം ഒരേപോലെ തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ മാജിക് വാൻഡ് ടൂൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കീബോർഡിൽ Y അമർത്തിക്കൊണ്ട്, കീബോർഡിൽ Y പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മാജിക് വാൻഡ് ടൂൾ. സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യാണ്. ഇനി ഈ ഒരു പിൻ കളറിന്റെ ഈ കാണുന്ന ഒരു സ്ക്വയറിൽ മാത്രം ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? സെയിം അപ്പിയറൻസ് ഉള്ള ബാക്കി എല്ലാ സ്ക്വയറും ഓട്ടോമാറ്റിക് ആയിട്ട് ക്വിക്ക് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ ഇതന്നെയാണ് ഈ ഒരു ടൂളിന്റെ പ്രത്യേകത. അതായത് സെയിം അപ്പിയറൻസ് ഉള്ള എല്ലാ ഒബ്ജക്ട്സിനെയും സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എപ്പോഴാണ് യൂസ്ഫുൾ ആവണമെന്ന് വെച്ചാൽ, നമ്മൾ വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ഒരുപാട് കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ സെയിം കളേഴ്സ് ഒക്കെ ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിന്റെ സൈസോ ഫിൽ കളറോ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ കളറോ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ വിഡ്ത്തോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട്
ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം. ഒറ്റയടിക്ക് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കളേഴ്സ് ഈ ഒരു വരി ഞാൻ സെലക്ട് ചെയ്യാണ്, ഇത് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു വരി ഞാൻ സെലക്ട് ചെയ്തു, കളർ ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു വരിയും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ പിങ്ക് കളർ ആക്കാണ്, ഇതും ഒരു പിങ്ക് കളർ ആക്കാണ്. ഓക്കെ, ഇനിയിപ്പോ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് പല വരിയിലാണ് പല കളേഴ്സ് അല്ലേ. അപ്പൊ ഇത് ഇവിടെ ഞാൻ മാജിക് ബാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇപ്പുറത്തെ ബ്ലൂ കളേഴ്സ് ഉള്ളതും സെലക്ട് ആയി, കാരണം സിമിലർ അപ്പിയറൻസ് ആണ് അതിനും വരുന്നത്. പിങ്ക് സെലക്ട് ചെയ്താൽ ഈ പിങ്കും ഈ ഒരു നിരയിലുള്ള പിങ്ക് കളേഴ്സും സെലക്ട് ആവും. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഫിൽ കളറിൽ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രോക്കിന്റെ കാര്യത്തിലും ബാധകമാണ്. അതുപോലെ തന്നെ സ്ട്രോക്കിന്റെ കാരണം ഒക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ ഇതിന്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ നോക്കണമെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഈ ഒരു ടൂളിന്റെ മേലെ കേസർ കൊണ്ടുവന്ന് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ദേ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഫിൽ കളർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കളേഴ്സ് ഫിൽ കളർ ചെയ്ത ഈ പിങ്ക് കളേഴ്സ് മാത്രം സെലക്ട് ആവുന്നത്. അപ്പൊ നമുക്കിത് ഓപ്ഷൻ മാറ്റിയിട്ടിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ ഓരോന്നാണ് സെലക്ട് ആവുന്നത്. നേരെ മറിച്ച് ഫിൽ കളർ ഓൺ ചെയ്തിട്ട് സെലക്ട് ചെയ്താലോ സെയിം അപ്പിയറൻസ് ഉള്ള എല്ലാ കളേഴ്സും സെലക്ട് ആവുന്നുണ്ട്. ഇനി ഫിൽ കളർ മാറ്റിയിട്ട് സ്ട്രോക്കിന്റെ കളേഴ്സ്, അതായത് ഇപ്പൊ നമ്മളൊരു ചിത്രം വരച്ചു, അതിന് സ്ട്രോക്ക് ഒക്കെ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ചിത്രത്തിന്റെ ഒരു പോയിന്റിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക്, ഒരു ഒബ്ജക്റ്റിന്റെ ഒരു സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം കളറുള്ള എല്ലാ ഒബ്ജക്ട്സും, ആ ചിത്രത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സും നമ്മൾ വരച്ച ഷേപ്സ് എല്ലാം സെലക്ട് ആവുകയും അതിന്റെ സ്ട്രോക്കിന്റെ കളർ മാറ്റാൻ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിത് ഇവിടെ വന്നിട്ട് സ്ട്രോക്ക് കളർ ഓൺ ചെയ്തതിനു ശേഷം ടോളറൻസ് 0 ഇടാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്ത് എന്താ സംഭവിക്കുക, ഇതിന്റെ എല്ലാ സ്ട്രോക്ക് കളറും ബ്ലാക്ക് ആണ് എടുക്കുന്നത്. നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ബ്ലാക്ക് ആണ് എടുക്കുന്നത് സ്ട്രോക്കിന്റെ കളറൊക്കെ. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ക്ലിക്ക് ചെയ്താൽ എല്ലാ കളറും സെലക്ട് ആവും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു നേരെ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്കിന്റെ കളർ മാറ്റുകയാണെന്ന് വിചാരിക്കുക. ഞാനിത് പിങ്ക് ആക്കുകയാണ്, ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ യെല്ലോ ആക്കുകയാണ്. ഓക്കെ, ഇപ്പോ ഞാൻ വീണ്ടും ആ ടൂൾ എടുത്തിട്ട് ഈ ബ്ലാക്ക് സ്ട്രോക്ക് ഉള്ള ഇതിനെ സെലക്ട് ചെയ്താൽ നോക്കിയേ, ബ്ലാക്ക് സ്ട്രോക്ക് ഉള്ള എല്ലാ ഷേപ്സും സെലക്ട് ആയി. പക്ഷെ നമ്മൾ പിങ്ക് ആക്കിയതും അതുപോലെ തന്നെ യെല്ലോ സ്ട്രോക്ക് ആക്കിയ ഈ 2 നേരം മാത്രം സെലക്ട് ആയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ സെയിം അപ്പിയറൻസ് ഉള്ള അല്ലെങ്കിൽ സിമിലർ അപ്പിയറൻസ് ഉള്ള അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉള്ള ബാക്കി ഒബ്ജക്ട്സിനെയാണ് അവിടെ സെലക്ട് ചെയ്തത്. അവിടെ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്ട്രോക്കിന്റെ കളറാണ്, കാരണം നമ്മൾ അതാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ സ്ട്രോക്കിന്റെ വിഡ്ത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നോക്കി എല്ലാം സെലക്ട് ആയി, കാരണം സ്ട്രോക്കിന്റെ വിഡ്ത്ത് 1 പോയിന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ 1 പോയിന്റ് ആണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാണ്, ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് 1 പോയിന്റ് മാറ്റിയിട്ട് 10 ആക്കി, ഇത്ര സെലക്ട് ചെയ്തിട്ട് 9 ആക്കി, ഇത്ര സെലക്ട് ചെയ്തിട്ട് 18 ആക്കി. ഓക്കെ, ഇനി നമുക്ക് മാജിക് ബാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ 18 ആക്കിയതിൽ മാത്രം സെലക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. കണ്ടോ 18 സ്ട്രോക്ക് വിഡ്ത്ത് ഉള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് വെയിറ്റ് ഉള്ള ആ ഒരു ഒബ്ജക്ട്സിനെ മാത്രം സെലക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ ടോളറൻസ് കൊടുക്കുന്നത് 5 പോയിന്റ് ആണ്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അധികം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സെലക്ഷൻ നടക്കൂല. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് നമ്മൾ 10 ആണ് സ്ട്രോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഇവിടെ 9 ആണ്. അപ്പൊ ഞാൻ ഈ 9 ക്ലിക്ക് ചെയ്താൽ കണ്ടോ 10ഉം സെലക്ട് ആവുന്നത്. കാരണം ടോളറൻസിന്റെ പോയിന്റ് നമ്മൾ 5 എടുക്കുന്നുണ്ട്, അത് 0 ആക്കാം. 0 ആക്കി കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആവും, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഇതാ ക്ലിക്ക് ചെയ്തു, കണ്ടോ സെലക്ഷൻ വന്നത് 9 വിഡ്ത്ത് ഉള്ള എല്ലാം സെലക്ട് ആയി. കണ്ടോ ഇവിടെ 9 വിഡ്ത്ത് കാണാം, സ്ട്രോക്ക് കളർ പിങ്ക്. ഇവിടെ സെലക്ട് ചെയ്തു, കണ്ടോ 10th ആണ് ഇതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ട്രോക്കിന്റെ. ഇവിടെ ബ്ലാക്ക് ആണ് സ്ട്രോക്കിന്റെ കളർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒപ്പാസിറ്റിയിലും ചേഞ്ചസ് വരുത്താം. ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോ ഇത്ര പോർഷൻസ് ഞാൻ ഒപ്പാസിറ്റി ഇവിടെ അപ്പിയറൻസിൽ വന്നിട്ട് ഞാനിത് 36 ആക്കി. ഈ ലൈൻ മാത്രം ഞാൻ 47 ആക്കി, ഈ ലൈനും 51 ആക്കി. ഈ ഒരൊറ്റ എണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ട് 56 ആക്കി, 55. ഓക്കെ, അപ്പോ ഇവിടെ ഈ ടോളറൻസ് 0 ആക്കുക. എന്നിട്ട് ഞാനിവിടെ 2 സ്ക്വയർ 55 കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോ
ഇതിന്റെ ഒപ്പാസിറ്റി 56 ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 56 ഒപ്പാസിറ്റി കൊടുത്ത ഒരൊറ്റ ഒബ്ജക്റ്റ് ഉള്ളു, അതാണ് അത് മാത്രം സെലക്ഷൻ വന്നിരിക്കുന്നത്. ഇത് 55 കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം, കണ്ടോ, രണ്ടും ഒരുമിച്ച് സെലക്ട് ആയി. കാരണം 56 അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്, സിമിലർ അപ്പിയറൻസ്. ഇത് സെലക്ട് ചെയ്തപ്പോൾ ഈ ലൈനിലുള്ള എല്ലാം സെലക്ട് ആയി. കാരണം ഈ ലൈനിലുള്ള എല്ലാ ഒബ്ജക്റ്റിനും ഞാൻ 51 ഒപ്പാസിറ്റി കൊടുത്തത്. അതായത് മാജിക് ബാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ക്വിക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? സിമിലർ അപ്പിയറൻസ് ഉള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യുകയും ഫിൽ കളർ, സ്ട്രോക്ക്, റീസൈസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മാജിക് ബാൻഡ് ടൂളിൽ ഒരു പ്രവർത്തനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി നല്ലൊരു ടൂളാണ് അല്ലെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളാണ്. ഞാൻ Ctrl+A അമർത്തിക്കൊണ്ട് ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ടൂള് ലാസോ ടൂളാണ്. ലാസോ ടൂളിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂളാണ്. അതായത് ഫ്രീ ഹാൻഡ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് വരച്ചുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഇപ്പൊ ഞാനൊരു ഒബ്ജക്റ്റ് വരയ്ക്കാണ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാണ്, കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതവിടെ ലാസോ ടൂൾ ഞാൻ സെലക്ട് ചെയ്യാണ്. ക്യൂ ആണ് ഷോർട്ട് കട്ട് ഇട്ടാ, കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൂൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പൊ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ. സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ ജസ്റ്റ് ഇതിന്റെ മുകളിലോട് ഇങ്ങനെ വരച്ചാലും മതി. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പൂർണ്ണമായിട്ടും നമുക്ക് അതിന്റെ ചുറ്റും വരയ്ക്കുകയോ അല്ലെങ്കിൽ മുകളിലൂടെ വരച്ചിട്ട് ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാം. ഇതെപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇതിനൊന്ന് കോപ്പി ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എല്ലാം കൂടി സെലക്ട് ചെയ്തു, വീണ്ടും കോപ്പി ചെയ്തു, ഒന്നുകൂടി ഞാൻ കോപ്പി ചെയ്ത് താഴോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് വേണ്ട റെക്റ്റാങ്കിൾസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നോക്കി, ഇതിങ്ങനെ എനിക്ക് ഏതൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിന്റെ കൂടെ വരച്ചുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യും. കണ്ടോ, ഞാൻ ആ വരച്ച റെക്റ്റാങ്കിൾസ് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റി. അതെല്ലാം നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള മാത്രം ഇങ്ങനെ വട്ടം വരച്ചുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിലധികം സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ഇതിങ്ങനെ വട്ടം വരച്ച് സെലക്ട് ചെയ്യാം. ഇതും ഇങ്ങനെ സെലക്ട് ചെയ്യാം. കണ്ടോ, ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്തത് ഡീസെലക്ട് ചെയ്യണമെങ്കിൽ ഓൾട്ട് അമർത്തിയാൽ മതി. ഓൾട്ട് അമർത്തിയിട്ട് ഇങ്ങനെ ഡീസെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് തന്നെ ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, റീസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? ഫ്രീ ഹാൻഡ് ആയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വരച്ച് സെലക്ട് ചെയ്യാം. മൗസ് യൂസ് ചെയ്തിട്ടോ പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടോ ഒക്കെ വരച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ ടൂൾ ആണല്ലേ. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനിവിടെ എലിപ്സ് ടൂൾ എടുക്കുകയാണ്. ഇതാ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ഓൾട്ട് അമർത്തി കോപ്പി ചെയ്തു, ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ലാസോ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വട്ടം വരച്ച് സെലക്ട് ചെയ്യണം. അപ്പൊ എല്ലാം സെലക്ട് ആയില്ലേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ മുട്ടിക്കുന്നില്ല. എങ്കിൽ പോലും എല്ലാം സെലക്ട് ആവും. ഓട്ടോമാറ്റിക്കലി ഇല്ലുസ്ട്രേറ്റർ അത് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ Ctrl+A അമർത്തി ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മാജിക് ബാൻഡ് ടൂളിനെ കുറിച്ചും അതുപോലെ തന്നെ ലാസോ ടൂളിനെ കുറിച്ചാണ് പഠിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. അതുപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളും കൂടിയാണ്, സെലക്ഷൻ ടൂളും കൂടിയാണ് ഈ പറയുന്ന മാജിക് ബാൻഡ് ടൂളും ലാസോ ടൂളും. അപ്പോൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.